ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും വെച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടിയിട്ട് ഒരു 3-4 ബ്രെഡിൻ്റെ പീസസ് മാത്രം നമുക്ക് മതിയാകും. ആദ്യം ഒരു ബ്രെഡിൻ്റെ പീസ് എടുക്കാം. അതൊന്ന് ഇതേമാതിരി കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇവിടെ ഞാൻ 4 പീസസ് ആക്കിയിട്ടാണ് ഓരോന്നും എടുത്തിട്ടുള്ളത്. അങ്ങനെ 3 പീസ് ബ്രെഡ് മാത്രമാണ് ഇതേമാതിരി കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം. അത് ചൂടായി വരുമ്പോൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസസ് ഉണ്ടല്ലോ, അത് ഓരോന്നും ഇതേമാതിരി തന്നെ നിരത്തി വെക്കാം. വല്ലാതെ അടുപ്പിച്ച് വെക്കരുത്. ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം നടുവിൽ. ഇനി നമ്മൾ കലക്കി മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഓരോ നടുവിലെയും ഇതേമാതിരി ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത്. കലക്കി ഒഴിക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഇത് പരന്നു പോകും. അതിനുശേഷം ഇതിൻ്റെ മുകളിലും ഒന്ന് മുട്ട വെച്ച് ഒന്ന് പരത്തി കൊടുക്കാം. കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കേണ്ടതാണ്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. മറിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഒറിഗാനോ പൊടിച്ചതുകൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് മെല്ലെ റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം റോൾ ചെയ്തെടുക്കാൻ. ഇപ്പോൾ 2 വശവും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അടുത്തതും ഇതേമാതിരി തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്.
നിങ്ങളെല്ലാവരും ഇത് റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.